പക്ഷെ പലപ്പോഴും നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം എക്സാം റെഡിയാണ് എന്നുള്ളതാണ് ജെഇ മെയിൻസ് എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ തുണയ്ക്കാൻ പോകുന്ന കാര്യം. എക്സാം റെഡിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, റേസിലെ ജെഇ ഡിവിഷനും റേസിലെ IIT അലൂമിനയും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മുൻവർഷത്തെ ജെഇ മെയിൻസ് എക്സാമിനേഷൻസ് പരിശോധിച്ച ശേഷം സിലബസ് കംപ്ലയൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ പാറ്റേണുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എക്സാംസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ് എക്സാമിനേഷൻ്റെ ഘടന തീരുമാനിച്ചിരിക്കുന്നത്. 2026 ജെഇ മെയിൻസ് എക്സാമിനേഷൻ്റെ സെഷൻ 1 എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായിട്ട് റേസിൻ്റെ ഭാഗത്തു നിന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ അവസാന ഘട്ട ജെഇ മെയിൻ പ്രിപ്പറേഷൻസ് ഏറ്റവും മികച്ചതാക്കുന്ന രീതിയിലും ഫൈൻ ട്യൂൺ ചെയ്യാനും പെർഫെക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് റേസ് ഈ എക്സാമിനേഷൻ സീരീസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ക്രൂഷ്യൽ സമയത്ത് വെൻ ടൈം ഇസ് അറ്റ് സച്ച് എ ഹൈ പ്രീമിയം, നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റി വെച്ച് എന്തുകൊണ്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതണം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഏകദേശം 10 ദിവസങ്ങൾക്കപ്പുറം ജെഇ മെയിൻസ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ റിവിഷൻസ് പൂർത്തിയാക്കിയിട്ടുണ്ടാവും, സിലബസ് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, സെക്ഷൻ വൈസ് ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടാവും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നന്നായി പോകുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മൾ എത്രമാത്രം പഠിച്ചു എന്നുള്ളതല്ല, നമ്മൾ എത്രമാത്രം എക്സാം റെഡിയാണ് എന്നുള്ളതാണ് ജെഇ മെയിൻസ് എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ തുണയ്ക്കാൻ പോകുന്ന കാര്യം. എക്സാം റെഡിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ നിങ്ങളുടെ സമയം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഡിഫിക്കൽട്ടി ലെവലിൽ ഏറ്റക്കുറച്ചിലുകളുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്യുന്നത്, ഹൈലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ചോദ്യം മുതൽ അവസാനത്തെ ചോദ്യം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് എങ്ങനെയാണ് ഉറപ്പുവരുത്തുക, നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജി എന്താണ്, ഓരോ സെക്ഷൻസ്, ഓരോ ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന് നിങ്ങൾ മാറ്റിവെക്കുന്ന സമയങ്ങൾ എത്രയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങളുടെ പ്ലാൻ കൃത്യമായി നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനും വേണ്ടി ഒരുപാട് റിഹേഴ്സൽസ് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു മികച്ച റിഹേഴ്സലാണ് ഒരു മോക്ക് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ റേസിൻ്റെ ജെഇ എക്സാമിനേഷൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ്. റേസിൽ നിന്ന് ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഇതിനകം തന്നെ വളരെ ലോങ് സ്ട്രീക്സ് ഓഫ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിട്ടാണ് അവരുടെ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്തവണ റേസ് ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ്. ആ മോക്ക് ടെസ്റ്റ് സീരീസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2 മോക്ക് ടെസ്റ്റുകൾ ഇന്ത്യയെമ്പാടുമുള്ള ജെഇ ആസ്പിരൻസിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളുടെ ജെഇ പ്രിപ്പറേഷൻ്റെ പ്രോഗ്രസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്രമാത്രം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോയി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷനിലുള്ള പോരായ്മകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടൊരു അവസരമായിട്ട് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിനെ കാണാം. 2026 ജനുവരി 17-ാം തീയതി മോർണിംഗ് ആൻഡ് ആഫ്റ്റർനൂൺ ആയി 2 സെഷനിലായിട്ടാണ്, 2 ഷിഫ്റ്റുകളിലായിട്ടാണ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾ, 2 മോക്ക് ടെസ്റ്റുകൾ നടക്കുക. 2 വ്യത്യസ്ത മോക്ക് ടെസ്റ്റുകളായിരിക്കും. ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റുകൾ വെക്കാനുള്ള കാരണം നിങ്ങൾക്ക് ആക്ച്വൽ എക്സാം ടൈമിങ്സ് മിക്കവാറും അലോട്ട് ചെയ്യപ്പെടുക ഒന്നെങ്കിൽ മോർണിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആയിരിക്കാം. നിങ്ങൾക്ക് ഏത് ഷിഫ്റ്റാണോ റിയൽ ടൈം എക്സാമിനേഷൻ അലോട്ട് ആവുന്നത് ആ സ്ലോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മോക്ക് ടെസ്റ്റ് സ്ലോട്ട് നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഐഡിയ. ഇതിലേതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് 2 മോക്ക് ടെസ്റ്റും എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങളുടെ സ്കോർ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിൽ രണ്ടാമത്തത് കൂടി എഴുതണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് എഴുതിയതിന് ശേഷം 18-ാം തീയതി, അതായത് അടുത്ത ദിവസം, നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻസിൻ്റെ, നിങ്ങൾ എഴുതിയ എക്സാമിനേഷൻ്റെ വീഡിയോ സൊല്യൂഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. റേസിലെ ജെഇ ഡിവിഷനും റേസിലെ IIT അലൂമിനയും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മുൻവർഷത്തെ ജെഇ മെയിൻസ് എക്സാമിനേഷൻസ് പരിശോധിച്ച ശേഷം സിലബസ് കംപ്ലയൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ പാറ്റേണുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് എക്സാംസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള രീതിയിലുള്ള ഡിഫിക്കൽട്ടി ലെവലിലേക്ക് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടാണ് എക്സാമിനേഷൻ്റെ ഘടന തീരുമാനിച്ചിരിക്കുന്നത്. മോക്ക് ടെസ്റ്റ് സീരീസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യാനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.